എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടി കാണുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം 300ാമത്തെ എപ്പിസോഡ് ക്രോസ് ചെയ്ത് അടുത്ത ജൈത്ര യാത്ര തുടരുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു കൈയടി ഒഴിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ, ഇപ്പോൾ ഇരിക്കുന്ന ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ പക്കാ ഫിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ പ്ലാനിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻസ് വന്നതുകൊണ്ടാണ് സെലിബ്രേഷൻ വേണോ വേണ്ട എന്നൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടായത്. എന്നാലും ഇന്ന് എല്ലാവരുടെയും ചിന്താഗതി പ്രകാരം വീണ്ടും നമ്മളത് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതുകൂടാതെ പുതിയ പാർവതിയുടെ രംഗപ്രവേശനം ഇടയ്ക്ക് കുറേ ട്രോളുകളും മറ്റൊക്കെ വന്നിരുന്നുവെങ്കിലും ഇന്നത്തെ റേറ്റിങ്ങിൻ്റെ ഒരു ചെറിയ സന്തോഷം കൂടി ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. അതൊരു വലിയ ചേഞ്ച് ആണെങ്കിൽ ഒരു ഭാഗ്യമായിട്ടും കൂടി എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണവും സന്തോഷവും ആശീർവാദങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരു ട്രിപ്പിൾ സെഞ്ചുറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മൂവി വേൾഡ് മീഡിയയും ഇതിൽ ഭാഗമാവുകയാണ്. കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവരെ ഷൂട്ടൊന്ന് ബ്രേക്ക് ആവട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നിൽക്കുന്നത് പാർവതി ലൊക്കേഷനിലാണ്. ഇപ്പം നായികന്മാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഡയറക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സാറുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട്, അതുപോലെ കൺട്രോളറുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ മാറി നിൽക്കുക. ചേട്ടനോടൊന്ന് ചോദിച്ചത് സന്തോഷമായിരിക്കും പ്ലീസ്. അതുപോലെ ക്യാമറമാൻ ഹേമൻ ചേട്ടനോടൊന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ്. അതായത് എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ എന്ന് പറയുന്ന പോലെ എല്ലാവരെയും കാണിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാം. പിന്നെ റൈറ്റർ സെന്തിൽ സാറൂടെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യണം പ്ലീസ്. സെന്തിൽ സാറൂടെ റൈറ്റർ. പിന്നെ ഹൗ ഡു ഫീൽ? കാര്യം 300 എപ്പിസോഡ്, അതായത് റേറ്റിംഗ് കുറഞ്ഞു എന്ന് എല്ലാവരും പറയുന്നിടത്തോളം നമ്മൾ റേറ്റിംഗ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. 300ാമത്തെ എപ്പിസോഡായി. എന്താ ഈ സമയം പറയാനുള്ളത്? അല്ല, ശരിക്കും ഞാൻ പറയാൻ അർഹനല്ല. കാരണം വളരെ ലേറ്റായിട്ട് മാത്രം ഞാൻ ഇതിലേക്ക് എൻട്രി ആവുകയും പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങിയ സമയത്ത് റേറ്റിംഗ് ഡൗൺ ആവുകയും 2 സാഹചര്യങ്ങൾ ഡൗണിൽ പോവുകയും ഇപ്പം നമ്മളൊരു അപ്പ് പൊസിഷനിലേക്ക് വരികയും നമ്മുടെ നായിക മാറുകയും പകരം പുതിയൊരു നായിക വരികയും അവിടെയൊക്കെ നമുക്ക് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നായികയും കൂടെ ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ നായിക ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇവിടെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള, അതായത് ഈ സീരിയൽ തുടങ്ങിയ സമയം തൊട്ട് ഈ നിമിഷം വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ നായകനുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെയുണ്ട്. അവരാണ് എന്നേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യത. അതുപോലെ ഒരു ചെറിയൊരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ട് സീരിയൽ ഹിറ്റാവും. കാരണം എന്താ വെച്ചാൽ ഇത്രയും സുന്ദരിമാർ നിൽക്കുകയാണ്. അപ്പോൾ ഹിറ്റാവാതെ എന്തായാലും പോകത്തില്ല. കാര്യം 300 കഴിഞ്ഞെങ്കിൽ ഈ വർഷം തന്നെ 1000 എപ്പിസോഡായിട്ട് പോട്ടെ. റേറ്റിംഗിൽ 1ാമതായിട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ നായകൻ JP രണ്ടുമൊക്കെ സംസാരിക്കാം പ്ലീസ്. അതിൻ്റെ കൂടെ ഒരു ആഡും കൂടെ ഉണ്ട്. സുന്ദരിമാർ മാത്രമല്ല, കുറേ സുന്ദരന്മാരും. അപ്പോൾ ഫ്രണ്ടിലോട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെയധികം സന്തോഷം. നമ്മൾ 300 എപ്പിസോഡ് പിന്നിട്ടുകൊണ്ട് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് ഈ ജൈത്രയാത്ര തുടരട്ടെ. എല്ലാവരെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഇനിയിപ്പോൾ അവരുടെ അടുത്തോടെ ചോദിക്കാം. ഇതിനകത്ത് എല്ലായിടത്തോടെ ചോദിക്കാം. എന്ത് ഫീൽ ചെയ്യുന്നത്? എനിക്കൊന്ന് എത്രാമത്തെ എപ്പിസോഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ടിംഗ് തൊട്ടുണ്ടോ? 1ാമത്തെ വേണ്ട 300. അപ്പോൾ ഏറ്റവും അർഹ താങ്കൾ തന്നെയാണ് പറയാനായിട്ട്. എന്തെങ്കിലും നിമിഷം പറയാനുള്ളത്? വളരെ ക്രൈസിസിൽ കൂടെ മുന്നേറി വന്ന് ഞങ്ങൾ 300 എപ്പിസോഡ് വരെ നേടിയെടുത്തു എന്നാണ് പറയേണ്ടത്. അതിനൊരു നല്ല ടീം വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എല്ലാവരുടെയും ഒരു കോപ്പറേഷനും എല്ലാത്തിനും നല്ലൊരു കയ്യടി. ഇനിയും നമുക്ക് ദൈവാനുഗ്രഹത്താൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് കൊടുക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. പാർവതി 300 എപ്പിസോഡ്സ് പിന്നിട്ടു. ഇനിയും ഇതേപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല റേറ്റിങ്ങോടുകൂടി ഇനിയും മുന്നോട്ട് ഒരുപാട് എപ്പിസോഡ്സ് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാർവതി ടീമിന് എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു. അതുപോലെ ഒരാളെ കൂടെ എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരണമെന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വരുമോ? രണ്ടോട്ട് സംസാരിക്കണം. എല്ലാവരും പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഒരു ടീമായിട്ട് നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് എപ്പിസോഡ്സ് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കരുതുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ പുതിയ നായികയിലേക്ക് മൈക്ക് കൈമാറുകയാണ്.
ശ്രീ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതും കൂടെ കേൾക്കാം. ഇല്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു വലിയ പ്രോജക്റ്റിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഈ 300 എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒന്നുമല്ല, ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് എനിക്കിവിടെ എല്ലാവരും കുറേ നാളത്തെ പരിചയമുള്ളതുപോലെ ഫീൽ ചെയ്തു. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിലെ കമൻസ് ഒക്കെ വന്നപ്പം സത്യം പറഞ്ഞാൽ നല്ല ഡൗൺ ആയിപ്പോയി. പക്ഷേ എല്ലാവരും, നമ്മുടെ ഡയറക്ടറും ക്യാമറമാനും യൂണിറ്റിലും പ്രൊഡക്ഷനും കോ ആർട്ടിസ്റ്റും എല്ലാവരും എന്നെ എന്താ പറയുക തളർത്തിയില്ല. നല്ല രീതിയിൽ എന്താ പറയുക പെർഫോമൻസ് ചെയ്യണം, നീ ഓക്കെ ആയി വരും, നീ പാർവതിയായിട്ട് ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എല്ലാവരും തന്നുകൊണ്ടേയിരുന്നു. അപ്പം എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. ആ ഒരു സപ്പോർട്ട് മുമ്പോട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. താങ്ക് യു. അടുത്തതായി നമ്മുടെ കോ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഷൈജുവിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ വർക്കിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ഇത് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. അടുത്തതായി നമ്മുടെ ഇതിൻ്റെ റൈറ്റർ സെന്തിലിനെ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. വളരെ വൈകിട്ടാണ് ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. ഈ പ്രദീപ് പറഞ്ഞതുപോലെ ഇതിൽ കൂടുതൽ അവകാശവാദങ്ങളൊന്നും പറയാൻ ഞാനും അർഹനല്ല. എന്നാലും വളരെ നല്ലൊരു പ്രോജക്റ്റാണിത്. ഇത് നമ്മുടെ ഒരു ടീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ 1000 എപ്പിസോഡ് തികയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും നമ്മുടെ ഭാഗത്തു നിന്നും പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടക്കം മുതലേ ചില പ്രത്യേക സാഹചര്യം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആൾമാറാട്ടമൊക്കെ നടത്തിയിട്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തുടരേണ്ടി വന്ന ദേവൻ എന്ന അസോസിയേറ്റ് ഡയറക്ടർക്ക് മൈക്ക് കൈമാറുകയാണ്. എന്താ പറയാ, അല്ല ഞാനീ വന്ന അന്ന് മുതൽ എൻ്റെ കിളി പോയത് ഇതുവരെ വന്നിട്ടില്ല. അല്ലാതെ എനിക്ക് എല്ലാവരും പറഞ്ഞൊക്കെ തന്നെ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് മൂവി വേൾഡ് മീഡിയയിൽ ഒരു സക്സസ് സെലിബ്രേഷൻ, ഒരു 300ൻ്റെ നിലവിൽ നമ്മൾ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ കേക്ക് കട്ടിംഗ് ആണ്. അതിനുശേഷം ഇനി ഞങ്ങൾ വരാൻ പോകുന്ന 1000 എപ്പിസോഡിലായിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. ഇപ്പം ഇത് 500 കഴിഞ്ഞിട്ട് 1000 ചെയ്യും. ഉറപ്പായിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം.